പണ്ട് ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മക്കളെ കൊഞ്ചിക്കുമ്പോൾ ഈ മക്കളോട് ചോദിക്കും, വാവയ്ക്ക് അപ്പച്ചനോടാണ് അമ്മച്ചിയോടാണ് കൂടുതൽ ഇഷ്ടം? ഈ ചോദിക്കുന്ന അപ്പനാണെങ്കിൽ തീർച്ചയായും അമ്മയില്ലെങ്കിൽ പറയും അപ്പച്ചനോടെന്ന്, അമ്മ ചോദിക്കണമെങ്കിൽ പറയും അമ്മയോടെന്ന്. രണ്ടുപേരും കൂടി ചോദിച്ചാൽ കൊച്ചു കിടന്ന് വരുന്നത് ആരോട് പറയും? അതുപോലെയാണ് ഈ നോമ്പ് കാലത്തിലെ പാതി നോമ്പും കഴിഞ്ഞ് ഉദ്ധാന തിരുനാളിൻ്റെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളിലേക്ക് കൂടുതൽ പ്രാർത്ഥനയോടെ നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുണ്യപ്രവർത്തികളായും പരിത്യാഗ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കി, ഈ നോമ്പ് കാലത്ത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ചിന്തയിലാണോ, ഹൃദയത്തിലാണോ, പ്രാർത്ഥനയിലാണോ നമ്മുടെ ഇടം കണ്ടെത്തിയിരിക്കുന്നത്? ഒരുപാട് ഫ്രണ്ട്സില്ലേ, ഒരുപാട് ബന്ധുമിത്രാദികളില്ലേ, വീട്ടിലെ അപ്പനും അമ്മയും സഹോദരി സഹോദരങ്ങളൊക്കെ ഇല്ലേ? അവരുടെ ചിന്തയിലാണോ, അവരുടെ പ്രാർത്ഥനയിലാണോ, അവരുടെ ഹൃദയത്തിലാണോ നമ്മുടെ ഇടം കണ്ടെത്തിയിരിക്കുന്നത്? തീർച്ചയായും അവരുടെ പ്രാർത്ഥനകളിൽ ഇടം കണ്ടെത്താൻ ഞങ്ങളെയും ഈ നോമ്പുകാലത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.